ഇന്ന് നമ്മളൊരു മദർ ആൻഡ് ഡോട്ടർ കോംബോ ഡ്രസ്സാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളറിലുള്ള ഈ ഒരു കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നെക്കിൽ പാറ്റേൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇക്കത്ത് പാറ്റേണിനുള്ള ഒരു ബ്ലൂ കളർ ഷെയ്ഡ് ഫാബ്രിക്കും എടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത് മദറിനുള്ള ഡ്രസ്സാണ്. ഇവിടെ മെറ്റീരിയൽ ഞാനിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു. അതിനെ ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് ഫ്രണ്ടും ബാക്കും ഒന്നിച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് ആവശ്യമുള്ള ബോഡി ലെങ്ത് 14 ഇഞ്ചസ് ആണ്. പ്ലസ് 1 ഇഞ്ച് മാർജിൻ കൂടി ചേർത്ത് 15 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്കെയിൽ കൊണ്ട് നമുക്കിതൊന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കാം. ഇവിടെ ആവശ്യമുള്ള ഷോൾഡർ വിഡ്ത്ത് 15 ഇഞ്ചസ് ആണ്. അതിൻ്റെ ഹാഫ് 7.5 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി എത്രയാണോ ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത് അതേ ലെങ്തിൽ തന്നെ ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ 2 പോയിന്റും ജോയിൻ്റ് ആക്കിയതിന് ശേഷം ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 4 എടുത്തതിന് ശേഷം അതിനോടൊപ്പം 1.5 ഇഞ്ച് മാർജിൻ കൂടി ചേർത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ആം ഹോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ടാണോ ആം ഹോൾ വിഡ്ത്ത് കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ കൃത്യമായിട്ടാണ് വരുന്നത്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 6 ഇഞ്ചസ് ആണ് നെക്ക് വിഡ്ത്ത് വേണ്ടത്. അതിൻ്റെ ഹാഫ് 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം 1/2 ഇഞ്ച് ടക്കിന് വേണ്ടിയിട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമൽ മാർജിൻ 1.5 ഇഞ്ചും ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ വേസ്റ്റ് ലൈനും ചെസ്റ്റ് ലൈനും തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്കിംഗ് അനുസരിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് സ്ലീവ്സ് ആണ്. സ്ലീവ്സിന് വേണ്ട മെറ്റീരിയൽ ഞാൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലീവ് ലെങ്തിനോടൊപ്പം 1 ഇഞ്ച് മാർജിനോട് ചേർത്തിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നർ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2 ലൈനുകളും തമ്മിൽ ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ മറുഭാഗത്ത് എത്രയാണോ എടുത്തിരിക്കുന്നത് അതിനേക്കാളും 3.5 ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ഇന്നർ ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി അവിടെ നിന്ന് സ്ലീവിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് നമുക്കൊരു എക്സ്ട്രാ ഷേപ്പ് കൊടുക്കാം. ഇവിടെ സ്ലീവ് റൗണ്ട് ഡിവൈഡഡ് ബൈ 2 മാർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് 1.5 ഇഞ്ച് മാർജിനും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 2 ലൈൻസും തമ്മിൽ നമുക്കൊന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുന്നേ ആം ഹോളിൻ്റെ വിഡ്ത്ത് പ്ലസ് മാർജിൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് കട്ട് ചെയ്യേണ്ടത്. ഇതേപോലെ തന്നെ രണ്ടാമത്തെ സ്ലീവും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ടിനുള്ള കലി പോർഷൻ കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡോട്ടറിനുള്ള ഡ്രസ്സിൻ്റെ ബോഡി പോർഷനും കൂടി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ഫാബ്രിക് 4ആയിട്ട് മടക്കിയിട്ട് ഫ്രണ്ടും ബാക്കും ഒന്നിച്ചാണ് കട്ട് ചെയ്യുന്നത്. മെഷർമെൻറ്റ് മദറിന് ചെയ്തതുപോലെ തന്നെ നോർമൽ മെഷർമെൻറ്റിനോടൊപ്പം മാർജിൻസ് എല്ലാം ആഡ് ചെയ്ത് ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഡാർക്ക് ഷെയ്ഡിലുള്ള ഈ ഒരു ഫാബ്രിക് ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഫ്രണ്ട് പീസ് മാത്രം ഞാനിതിന് മുകളിലേക്ക് വെച്ചതിന് ശേഷം നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ലെങ്ത്തും വിഡ്ത്തും ജോയിൻ്റ് ആക്കിക്കൊണ്ട് ഒരു ബോക്സ് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനിങ്ങനെ ഒരു കർവ് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി യോക്ക് പോർഷൻ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നും താഴേക്ക് ഇങ്ങനെ ചരിച്ച് ഒരു ലൈൻ കൂടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ മാർക്കിംഗ് അനുസരിച്ചിട്ട് യോക്ക് പോർഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്കും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നെക്കിൻ്റെ ഈ യോക്ക് പോർഷനിൽ നമുക്ക് 2 ലെയർ ഫാബ്രിക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒറിജിനൽ ഫാബ്രിക്കിൻ്റെ നല്ല വശം മുകളിലേക്ക് വെച്ചതിന് ശേഷം യോക്കിൻ്റെ നല്ല വശം അതിനോട് ഓപ്പോസിറ്റാക്കി ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ക്യാൻവാസ് ഒന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഇവിടുത്തെ നെക്ക് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാർജിനിൽ നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കാം. അതുപോലെ ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മളൊരു സപ്പോർട്ട് സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ചെയ്ത അതേ മെത്തേഡിൽ തന്നെ മദറിനുള്ള ഡ്രസ്സും നമ്മൾ ഈ ഒരു യോക്ക് പാറ്റേൺ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വലിയ ആൾക്കാരുടെ ഡ്രസ്സിൽ യോക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബസ്റ്റ് വിഡ്ത്ത് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്.
ഇവിടെ 7 ഇഞ്ചാണ് വരുന്നത്. അതിൻ്റെ ഹാഫ് 3.5 പ്ലസ് മാർജിൻ കൂടി ചേർത്തിട്ട് 4 ഇഞ്ച് ഞാനിവിടെ നിന്ന് നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലൈനിലൂടെയാണ് ഈ ഒരു യോക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതും നമ്മൾ ചെറിയ ഡ്രസ്സ് തുന്നിയതുപോലെ തന്നെ കഴുത്തിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ 2 ഡ്രസ്സിൻ്റെയും നെക്കൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലെ പീസസ് കൂടി ഇതിനോടൊപ്പം ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 ഡ്രസ്സിൻ്റെയും ഫ്രണ്ട് പീസ് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വലിയ ഡ്രസ്സ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഈ വേസ്റ്റിൻ്റെ ഭാഗത്ത് ടക്ക് ഇടുന്നത് പോലെ ഈ ഒരു ബാൻഡിൻ്റെ പോർഷനിൽ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഞാൻ ഉള്ളിലേക്ക് പിടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു അഡീഷണൽ ഷേപ്പ് കിട്ടുന്നതിന് നല്ലതാണ്. ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാക്കിൻ്റെ പീസ് ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ പീസ് അതിന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം എക്സ്ട്രാ വന്നിരിക്കുന്ന ഷോൾഡറൊക്കെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് ആം ഹോളിന് നമ്മൾ നോർമലി കൊടുക്കാറുള്ള ഒരു 1/4 to 1/2 ഇഞ്ച് എക്സ്ട്രാ ഡെപ്തും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റിച്ചിങ്ങിനുള്ള മാർജിന് കൂടി ഒന്ന് കണക്കാക്കിയിട്ട് ഈ നെക്കിനേക്കാളും ഒരു 1/4 ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിൽ നമ്മളിങ്ങനെ ബാക്കിലെ നെക്ക് കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിലെ നെക്കിലേക്ക് വേണ്ടിയിട്ട് ഒരു ഫാബ്രിക് 2ആയിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഒരു നെക്ക് പീസ് വെച്ചിട്ട് നെക്കിൻ്റെ അളവ് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറത്തേക്ക് 1.5 ഇഞ്ച് വിഡ്ത്തിലാണ് ഈ ഒരു ബാൻഡ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ചെയ്തതുപോലെ തന്നെ ഇതിപ്പം നെക്കിനോടൊപ്പം ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് തിരിച്ചിട്ട് ഒരു സപ്പോർട്ട് സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ പീസിനോടൊപ്പം ഫ്രണ്ട് പീസ് കൂടി ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ മെഷീൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മെഷീൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഷോൾഡേഴ്സൊക്കെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, ബാക്കിൽ നെക്കും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചിരുന്ന സ്ലീവിനോടൊപ്പം ഒരു 1/4 ഇഞ്ചിൻ്റെ ചെറിയൊരു ബാൻഡ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ 2 സ്ലീവ്സും അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ മദറിൻ്റെ സ്ലീവ്സിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ലീവ്സാണ് കുട്ടിയുടെ ഡ്രസ്സിലേക്ക് വെക്കുന്നത്. ഇനി നമുക്ക് ടക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ആ 1/2 ഇഞ്ച് ഓൾറെഡി ഈ ഒരു യോക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ എക്സ്ട്രാ ഉള്ളിലേക്ക് പിടിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിൽ കൂടി നമുക്ക് ഇതുപോലെ 2 ടക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബാക്കിൽ 2 ടക്ക് കൊടുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡ് മാത്രം ഞാനൊന്ന് ജോയിൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തേക്ക് നമ്മൾ കലിയാണ് കട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ തന്നെ വേസ്റ്റിൻ്റെ സൈഡിലേക്ക് ഒരു 1/2 ഇഞ്ച് നമ്മളൊരു എക്സ്ട്രാ ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുട്ടിയുടെ സ്ലീവ് കട്ട് ചെയ്യാം. ചെറിയ ഒരു പഫുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ സ്ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ യോക്കിന് ഉപയോഗിച്ച അതേ പീസ് കൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു അഡീഷണൽ പീസ് കൂടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം താഴെ ഇങ്ങനെ ഒരു 2-3 ചെറിയ ഫ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മെഷീനിൽ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് വിഡ്ത്തിൽ ഒരു ബാൻഡ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാൻഡ് കൂടി നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത ബാൻഡ് ഇതുപോലെ ഒന്ന് മാർജിനോട് ചേർത്ത് പുറത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. മാർജിൻ ഒഴിവാക്കിയിട്ട് അതിൻ്റെ താഴെ ഒരു ഇൻവേർട്ടഡ് വി ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മാർക്കിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്ന വി ഷേപ്പിൻ്റെ ഈ ഭാഗത്തു നിന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ 2 ഭാഗവും നമുക്ക് ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് റിവേഴ്സ് ചെയ്തെടുക്കാം. ഈ കോർണർ പോർഷനൊക്കെ ഒന്ന് ഷാർപ്പാക്കി വെച്ചതിന് ശേഷം ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് മാർജിനൊക്കെ ഉള്ളിലാക്കിയിട്ട് ഒരു ഫോൾഡിങ് കൂടെ കൊടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ 2 സ്ലീവും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ കുട്ടിയുടെ ഡ്രസ്സിൻ്റെ പിൻഭാഗത്ത് നമ്മളൊരു സിബ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് 2 സ്ലീവ്സും ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇവിടെ സ്ലീവ്സൊക്കെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ ബാക്കിൽ ഇങ്ങനെ കെട്ടുന്നതിന് വേണ്ടിയിട്ട് 2 വള്ളിയും കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 2 ഡ്രസ്സിലേക്കും വേണ്ടിയിട്ടുള്ള കലി കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം.
ഇവിടെ തുണിയുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് മാക്സിമം വിഡ്ത്തുള്ള ഒരു 6 കലിയാണ് മദറിൻ്റെ ഡ്രസ്സിലേക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഈ ചെറിയ ചെറിയ പീസുകളാണ് കുട്ടിയുടെ ഡ്രസ്സിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഈ പീസുകളൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോഡി പോർഷനോടൊപ്പം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ഡ്രസ്സിലും ഇതുപോലെ സ്കേർട്ടിൻ്റെ പോർഷനൊക്കെ അറ്റാച്ച് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.